ഹായ് ഗായ്സ്, വെൽക്കം ടു CREATiVE. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ സാൻഡ് പേപ്പർ എക്സ്പെരിമെൻറ്റ് പറയുമ്പം ഒരു നാച്ചുറൽ സാൻഡ് പേപ്പർ വേഴ്സസ് മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പർ എന്നുള്ള എക്സ്പെരിമെൻ്റ് ആണ്. നാച്ചുറൽ സാൻഡ് പേപ്പർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നേച്ചർ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാൻഡ് പേപ്പർ. അതെന്ന് വെച്ചാൽ തേരകം എന്നാണ് അതിന് പറയുന്ന പേര്. എല്ലായിടത്തും അങ്ങനെയാണ് പറയാൻ എനിക്കറിയില്ല, പക്ഷേ തേരകം എന്നാണ് ശരിക്കുള്ള പേരുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന്. അതേപോലെ തന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാൻഡ് പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് ഷോപ്പിലൊക്കെ വാങ്ങിട്ട മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പറാണ്. അപ്പോൾ അത് രണ്ടും ഉള്ളൊരു എക്സ്പെരിമെൻറ്റ്, നാച്ചുറൽ സാൻഡ് പേപ്പർ വേഴ്സസ് മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പർ എന്നുള്ള എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലത്തെ കൂൾ കണ്ടൻസിനായിട്ട്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഫസ്റ്റത്തെ പണി എന്തായെന്ന് വെച്ചാൽ ഇല തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇല എനിക്ക് എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെ കിട്ടിയിരുന്നു, അതുകൊണ്ട് എൻ്റെ ആ പണി സുഖമായി കിട്ടി. സോ ആ ഇല പറിച്ചിട്ട് എക്സ്പെരിമെൻറ്റ് തുടങ്ങാം. സോ ഇതാണ് ഇല, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ അടുത്ത രണ്ട് സാൻഡ് പേപ്പേഴ്സാണ്. ഇത് മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പേഴ്സാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുള്ള സാൻഡ് പേപ്പേഴ്സാണ്. ഒന്ന് P18 അതേപോലെ തന്നെ രണ്ട് P100. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും P18 ഉണ്ട്, ഒന്ന് P100 എഴുതിയുണ്ട്. സോ അത് രണ്ടും വേറെ വേറെ സാൻഡ് പേപ്പേഴ്സാണ്. തിക്നെസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ നാച്ചുറൽ സാൻഡ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതായത് തേരക്കത്തിൻ്റെ ഇല. നമുക്ക് എക്സ്പെരിമെൻറ്റ് തുടങ്ങാം. എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങൾ എടുക്കണം. അതിന് മുന്നേ ഏതാണ് നല്ല സാൻഡ് പേപ്പർ എന്ന് നോക്കാം. മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പറിൽ ഇതിൻ്റെ തിക്നെസ്സുമായി മാച്ച് ചെയ്യുന്ന സാൻഡ് പേപ്പർ ഏതാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് P100 ആണ് ഈ എക്സ്പെരിമെൻറ്റിന് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാം. എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ P100 ഒരു ചെറിയൊരു പീസ് മുറിച്ചെടുക്കുന്നുണ്ട്. ഫുൾ പീസൊന്നും വേണ്ടിയില്ല, ചെറിയ പീസ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഫോം ഷീറ്റ്, അതേപോലത്തെ തെർമോക്കോളിൻ്റെ പീസും, അതേപോലെ തന്നെ കുറച്ചും കൂടെ കട്ടി പറഞ്ഞ 4mm ഫോം ഷീറ്റിൻ്റെ പീസും, പിന്നെ ഒരു മരത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റൊന്ന് മുറിച്ചാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ ചെയ്യാൻ ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാൻഡ് പേപ്പറും അതേപോലെ തന്നെ തേരകത്തിൻ്റെ ഇലയും ഞാൻ എടുത്തിട്ടുണ്ട്. ചെയ്യാൻ തുടങ്ങാം. ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ആ 4mm തിക്നെസ് ഉള്ള ഫോം ഷീറ്റാണ് എടുത്തത്. അപ്പോൾ ആ മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പറിൽ വെച്ചപ്പം നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടി. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന നാച്ചുറൽ സാൻഡ് പേപ്പർ അല്ലെങ്കിൽ തേരകത്തിൻ്റെ ഇലയിൽ ഞാൻ ഒന്ന് ഉരച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വേഗം ആ തേരകത്തിൻ്റെ ഇല കീറിപ്പോണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കീറിപ്പോണ്ട് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ വീഡിയോ ക്വിറ്റാക്കണ്ട. കുറേ എക്സ്പെരിമെൻറ്റ്സ് വരാൻ നിൽക്കുന്നുണ്ട്, അതൊക്കെ കണ്ട് നിങ്ങൾ ക്വിറ്റാക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഇലേൻ്റെ പവർ മനസ്സിലാവുള്ളൂ. സോ അപ്പോൾ സൈഡ് കീറിപ്പോണ്ടെങ്കിൽ മേൽഭാഗം നല്ല വരുന്ന സ്മൂത്തായി കിട്ടുന്നുണ്ട്. ഇനി ചെയ്യാനുള്ള തെർമോക്കോൾ ഉണ്ട്. തെർമോക്കോളും രണ്ടിലും അതേ സെയിം പെർഫോമൻസാണ് തരുന്നത്. സോ ചെറുതായി പൊട്ടിപ്പോയിരുന്നു, അത് അതിൻ്റെ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്തായി കിട്ടിയിട്ടുണ്ട് ആ സൈഡ്. അതേപോലെ തന്നെ ഇനി ഞാൻ സാൻഡ് പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സാൻഡ് പേപ്പറിൽ ഒന്നും കൂടെ ഒരച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടും സെയിം എമൗണ്ടിലാണ് സ്മൂത്ത്നെസ് ചെയ്യുന്നത്. അത് തെർമോക്കോളിൻ്റെ കേസിൽ ഇപ്പോൾ തെർമോക്കോളിൻ്റെ മേൽഭാഗമാണെങ്കിലോ അതേ സെയിം സ്മൂത്ത്നെസ് കിട്ടും രണ്ടിലും. അപ്പോൾ ഇനി അടുത്ത ആ മരത്തിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ മരത്തിൻ്റെ പീസ് രണ്ടിലും ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മുരയുണ്ട് ആ സാൻഡ് പേപ്പറിൽ. അതേപോലെ തന്നെ ഇനി മറ്റേതിലും വരച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ചെറുതായി പോകുന്നുണ്ട്, പക്ഷേ അതിൽ പച്ചപ്പും പിടിക്കുന്നുണ്ട് ആ മരത്തിൽ. പക്ഷെ എന്നാൽ ചെറുതായിട്ട് സാൻഡ് ആവുന്നുണ്ട്. അത്രയും മെല്ലെ മെല്ലെ സാൻഡായി കിട്ടും. നിങ്ങളൊരു കുറേ വട്ടങ്ങൾ ചെയ്താലും എന്തായാലും നിങ്ങൾക്ക് നല്ല സാൻഡായി കിട്ടും ആ മരത്തിലും.
അപ്പോൾ 2-3 ഇലയിൽ ഞാൻ ചെയ്തപ്പോൾ ചെറുതായിരുന്നു സാൻഡായി കിട്ടിയിരുന്നു ആ മരത്തിൻ്റെ പീസും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറ്റുന്നത് വെച്ചാൽ അതിൽ ആ പച്ച കളർ പിടിക്കുന്നുണ്ട് എന്നുള്ളൂ. അത് എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ചെറുതായി സാൻഡുമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറുതായി സാൻഡായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ആ ഫോം ഷീറ്റിൻ്റെ പീസാണ്, ഏറ്റവും കട്ടിയുള്ള ഫോം ഷീറ്റിൻ്റെ പീസ്. അപ്പോൾ ഏറ്റവും കട്ടിയുള്ള ഫോം ഷീറ്റിൻ്റെ പീസ് ആ നാച്ചുറൽ സാൻഡ് പേപ്പറിൽ ആവോ എന്ന് നോക്കാം. മറ്റേതിൽ നല്ല സുഖത്തിലായി. ഇനി ആ നാച്ചുറൽ സാൻഡ് പേപ്പറിൽ അത്രമേ കീറിപ്പോയില്ല, പക്ഷെ പച്ച പിടിക്കുന്നുണ്ട്. അപ്പോൾ ആവണില്ല ആ ഫോം ഷീറ്റിൻ്റെ കേസിൽ, കാരണം അത്രയും കട്ടിയുള്ളത് അതിനെ കൊണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അത് സുഖത്ത് കീറിപ്പോകുന്നുണ്ട് ആ നാച്ചുറൽ സാൻഡ് പേപ്പർ, അല്ലെങ്കിൽ തിരക്കത്തിലല്ല. സോ മേൽഭാഗം നല്ല ഒരഞ്ഞ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് വരയൊക്കെ വീണുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറക്റ്റായി കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവില്ല, പക്ഷെ നല്ല വരയൊക്കെ വീണുണ്ട്. അതേപോലെ തന്നെ പച്ച കളറും പിടിച്ചു തുടങ്ങുന്നുണ്ട്. അടുത്തും ഫൈനലായിട്ടും ചെയ്യാം. അപ്പോൾ ഫൈനലായി ഞാൻ കുറച്ച് നേരം ഒന്ന് ഡിലേ ചെയ്തിരുന്നു, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഇല എന്തായിട്ടുണ്ടെന്ന്. അത് ഉണങ്ങി ഇങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. ഇനി അവസാനത്തെ എക്സ്പെരിമെൻറ്റ് സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം. അപ്പോൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റം എന്തായാലും മറ്റേ സാൻഡ് പേപ്പറിൽ നല്ല സാൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങിയ കാരണം കൊണ്ട് തന്നെ അത്ര നല്ല ആവില്ല, എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ചെറുത് ഇത് കുറേ വട്ടം വരച്ചാൽ എന്തായാലും ആവും. നാച്ചുറൽ സാൻഡ് പേപ്പറിൽ കുറച്ച് ചെയ്ത് എന്തായാലും ആവുമായിരിക്കും നല്ല സാൻഡിങ്. നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല. എന്തായാലും കമ്പയർ ചെയ്താൽ എന്തായാലും വിജയിക്കാൻ പോകുന്നത് നമ്മൾ മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പർ ആയിരിക്കും. കാരണം അത് അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ നല്ല റഫ് സർഫേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ മറ്റേ നേച്ചർ തന്നെ നമുക്ക് ഉണ്ടാക്കി തരുന്ന സാൻഡ് പേപ്പറാണ്. ഈ നേച്ചർ ഉണ്ടാക്കിയ സാൻഡ് പേപ്പർ ഡെവലപ്പായിട്ടാണ് നമ്മൾ മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾ മൈൻഡിൽ വെക്കാം. സ്റ്റാർട്ടിങ് എന്തായാലും നമ്മൾ നേച്ചർ തന്നെയാണ് നമുക്ക് ഇത് ഉണ്ടാക്കി തന്നത്, പിന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പേഴ്സൊക്കെ ഉണ്ടാക്കിയത്. അത്രേ ഉള്ളൂ ഇത്. പിന്നെ എന്തായാലും ജയിക്കുന്നത് നമ്മളെ മെഷീൻ മെയ്ഡ് സാൻഡ് പേപ്പർ ആയിരിക്കും. കാരണം അത് അങ്ങനത്തെ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് തന്നെ. കാരണം നമുക്ക് നല്ല റഫ് സർഫേസൊക്കെ ചെയ്യാൻ, പക്ഷെ നേച്ചർ തന്നെ നമുക്ക് തന്നത് ഒരു ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ആ നേച്ചറിന് സാധനം ഒന്ന് ഡെവലപ്പാക്കി എടുക്കാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നേച്ചർ സാൻഡ് പേപ്പർ വെറുതെ ആണെന്ന്. പക്ഷെ നേച്ചർ സാൻഡ് പേപ്പർ കൊണ്ടും നല്ല ഉപകാരങ്ങളുണ്ട്. നിങ്ങൾ എസ്പെഷ്യലി തെർമോക്കോളൊക്കെ ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ തെർമോക്കോൾ ചെയ്തപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് കിട്ടിയത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെ നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്നത്. ഞാൻ വിചാരിച്ചത് ആ തെർമോക്കോൾ പൊടിഞ്ഞു പോകുന്നതായിരുന്നു 2 സാൻഡ് പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ. പക്ഷേ രണ്ടിലും ഒരേ പെർഫോമൻസ് ആണ് കിട്ടിയത്. പിന്നെ പറയാൻ റെഡിമെയ്ഡ് പറിച്ചപ്പം കുറച്ച് ഇങ്ങനെ ചുരുങ്ങി ഉണങ്ങിയൊക്കെ പോകും. അത് വലിയ പ്രശ്നമായിട്ടില്ല, കാരണം ജസ്റ്റ് വേഗം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഈ സാൻഡ് പേപ്പർ ഫോം ഷീറ്റിലുള്ള എക്സ്പെരിമെൻറ്റിൽ നല്ലതായി തോന്നി. കാരണം ആ ഫോം ഷീറ്റിൻ്റെ മേൽക്കൂടെ നാച്ചുറൽ സാൻഡ് പേപ്പർ ഒഴിച്ചപ്പോൾ, നാച്ചുറൽ സാൻഡ് പേപ്പർ എന്ന് പറയില്ല, തേരകം തന്നെ പറയാം. അപ്പോൾ അത് ഒഴിച്ചപ്പോൾ ആ ഫോം ഷീറ്റിൻ്റെ മേൽഭാഗത്തൊക്കെ കുറേ വര വീണ് തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് വേണം നിങ്ങളിപ്പോൾ നോർമൽ യൂസ് വെച്ച തെർമോക്കോളിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് സ്മൂത്തൊക്കെ ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. കാരണം നിങ്ങൾക്ക് വേറെ സാൻഡ് പേപ്പർ ഒന്നും വാങ്ങേണ്ടതില്ല, ഇതിന് മതിയാവും. പിന്നെ വലിയ വസ്തുക്കൾ വെച്ചാൽ ഫോം ഷീറ്റ് നാച്ചുറൽ സാൻഡ് പേപ്പറിൽ വെച്ചപ്പം അത് വേഗം കീറിപ്പോയി. കാരണം അതിൻ്റെ അറ്റഭാഗം ശരിയാക്കാൻ പറ്റില്ല, പക്ഷെ മേൽഭാഗം അത് സുഖത്തിൽ ശരിയാക്കി തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആര് കാത്തിക്കുകയാണ്, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഇതേപോലത്തെ കൂൾ കണ്ടന്റ്സ് കാണാനായിട്ട്. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ബൈ.